മകന് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ IMS അമ്മയ്ക്കടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന ജോലിയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കടബാധ്യതയിൽ മുങ്ങിത്താഴ്ന്ന ഞാൻ എൻ്റെ IMS അമ്മയെ എൻ്റെ മകന് ഒരു ജോലി തരണേ, ആദ്യ ശമ്പളം തന്നേക്കാം. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ മകൻ 9 മാസം ട്രെയിനിങ് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു അവൻ്റെ ട്രെയിനിങ് പൂർത്തിയായത്. ജോലിക്ക് കയറി ഒരു പോലീസായിട്ട്. എൻ്റെ IMS അമ്മയ്ക്ക് കോടാനുകൂടി നന്ദി. IMS അമ്മ വഴി ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയാൻ കയറിയപ്പോൾ അമ്മ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് തന്നെ ആ സഹോദരിയുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ് വീണത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മോട് സംസാരിക്കുന്നു: മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് ഉണ്ടാകും. വചനത്തിൽ നമുക്ക് വേണ്ടതായ ആശ്വാസത്തിൻ്റെ, കൃപകളുടെ, അനുഗ്രഹങ്ങളുടെ വാക്യങ്ങൾ തന്നെയുണ്ട്. നാം വചനത്തിൽ ആശ്രയിക്കുക. പ്രിയമുള്ളവരെ, ആശ്വാസത്തിന്റെ വചനം തേടി IMS അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിച്ചു. ഒരു ജോലിക്ക് വേണ്ടി. ഗവൺമെന്റ് ജോലി കിട്ടുക ഇന്നത്തെ കാലത്ത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് ടെസ്റ്റുകളും ഇന്റർവ്യൂകളും ഒക്കെയുണ്ട്. എല്ലാത്തിനെയും തരണം ചെയ്ത IMS അമ്മ ആ മകനെ 9 മാസത്തെ ട്രെയിനിങ് പൂർത്തിയാക്കി വൻ വിജയപ്രദമായി ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു. നമുക്ക് അമ്മയ്ക്ക് നന്ദി പറയുന്നതോടൊപ്പം തന്നെ തിരുക്കുമാരനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ